ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടൻ സ്നാക്സ് ആണ് പരിപ്പുവട. പരിപ്പുവട കഴിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലേ? അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പരിപ്പുവട ഉണ്ടാക്കാൻ പ്രധാനമായി ഉപയോഗിക്കുന്ന കടലപ്പരിപ്പാണ്. ഇതില്ലെങ്കിൽ മാത്രം നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 200 ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 2 മുതൽ 3 മണിക്കൂർ വരെ നമ്മൾ ഇത് കുതിർത്തിയെടുക്കണം. രാവിലെ വെള്ളത്തിൽ കുതിരാനിട്ടിട്ട് വൈകുന്നേരം എടുത്ത് തയ്യാറാക്കിയാലും മതി. ഞാനിത് ഏകദേശം 3 മണിക്കൂറോളം കുതിർത്തിയെടുത്ത കടലപ്പരിപ്പാണ്. ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് നമ്മൾ മാറ്റി വെച്ചേക്കേണ്ടതാണ്. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കരുത്. ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. കൂടാതെ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. അങ്ങനെ ചെയ്താൽ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അരയ്ക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്ത് വേണം അരയ്ക്കാനേ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 സെക്കൻഡ് അരയ്ക്കുക. പിന്നീട് ഇളക്കിയതിനു ശേഷം വീണ്ടും അരയ്ക്കുക. ദേ നിങ്ങൾക്ക് കാണാം, ഞാനിത് ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല അരച്ചിരിക്കുന്നത്. ഇതെല്ലാം ഈവൺ ആകണമെന്ന് നിർബന്ധമില്ല. കുറച്ച് വലിയ കഷ്ണങ്ങൾ കിടന്നാലും കുഴപ്പമില്ലേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചേരുവകൾ ചേർക്കാം. ഒരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം വളരെ ഫൈനായി ചോപ്പ് ചെയ്തത്, ചെറിയ 4 വെളുത്തുള്ളി ഫൈനായി ചോപ്പ് ചെയ്തത്, 1 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്. ഇനി 6 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്. ചെറിയ ഉള്ളിക്ക് പകരം 1 കഷ്ണം സവോള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പില്ലേ, അത് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ. ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടി. ഉപ്പിന്റെ അളവിന്റെ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് തിരുമ്മി പ്രസ് ചെയ്ത് വേണം കുഴച്ചെടുക്കാൻ. കുഴച്ചെടുത്ത് കഴിയുമ്പം ദേ ഇതുപോലെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. ഇപ്പോൾ തന്നെ നമുക്ക് പരിപ്പുവട ഉണ്ടാക്കി തുടങ്ങാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് പരിപ്പുവട മുങ്ങിക്കിടക്കും വിധം എണ്ണ ഒഴിക്കാം. എണ്ണ ഒരുപാട് ചൂടായി പോകാനും പാടില്ല, ചൂട് കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് പരിപ്പുവട തയ്യാറാക്കി എടുക്കുന്നത്. കുറച്ചുകൂടി വലുപ്പത്തിൽ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുട്ടി പരിപ്പുവടയായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. എണ്ണ പാകത്തിന് ചൂടായി വരുമ്പം ഓരോ പരിപ്പുവടയായിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പുവട ആദ്യം താഴെ കിടക്കൂ, പിന്നെ പതിയെ പൊങ്ങി വരുവുള്ളേ. പൊങ്ങി വരുന്നതിന് മുമ്പേ മറിച്ചിടാതിരിക്കുക. മറിച്ചിട്ടാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എണ്ണയുടെ ചൂടും പാകമായിരിക്കണം. എണ്ണ ഒരുപാട് ചൂടാകാൻ പാടില്ല. ചൂടായാൽ പരിപ്പുവടയുടെ പുറം ഭാഗം മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും അകം കുക്കായി കിട്ടാതിരിക്കുകയും ചെയ്യും. എന്നാൽ ചൂട് കുറഞ്ഞു പോയാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. 2 സൈഡും മറിച്ചും തിരിച്ചും ഇട്ട് ദേ ഇതുപോലെ പാകമായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അധികം ചേരുവകളോ സമയമോ ഒന്നും ചെലവഴിക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പരിപ്പുവടയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുതേ. അപ്പോൾ പരിപ്പുവട ഇഷ്ടമുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്